എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പോർഷനാണ് എന്ത് ചെയ്യുക ചർച്ച ചെയ്തത്. എല്ലാവർക്കും ആ പോർഷനൊക്കെ വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആ പാഠഭാഗത്തിലെ അടുത്തൊരു ടോപ്പിക്കാണ്. പേജ് നമ്പർ 40 വരുന്ന സം ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. എന്താണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെ പറ്റി ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് വാക്കുകളാണ് GDP, GNP, NNP എന്നൊക്കെ പറയുന്ന നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഇന്ത്യയുടെ GDP കുറഞ്ഞു, ചൈനയുടെ GDP ഉയർന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ആ വാക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നുകിൽ GDP എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ GNP എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണെന്ന് ഇവിടെ ചോദിക്കും. അപ്പോൾ ഒഴിവാക്കാൻ പറ്റാതെ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് ഈ ക്ലാസ്സിൽ ഈ പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഞാൻ പോയിന്റ് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് പോകണം. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ടെക്സ്റ്റ് വായിക്കാം, നോക്കാം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. നാഷണൽ എന്താണ് നാഷണൽ എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ എവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളായിരിക്കും? ഇന്ത്യയിൽ മാത്രം എന്ത് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളായിരിക്കും. അമേരിക്കയിലെ നാഷണൽ പ്രോഡക്റ്റ് അമേരിക്കയിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ പറ്റിയുള്ള കാര്യമായിരിക്കും എന്തിൽ പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എൻ്റെ പറയാൻ അതിൻ്റെ ഷോർട്ട് ഫോമാണ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ GNP. അപ്പം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന എന്താണ് ഗുഡ്സ്, സാധനങ്ങളുടെയും സേവനങ്ങളെയും പറയുന്ന പേരാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ വേറൊരു വാക്ക് ഉപയോഗിച്ചു, ഫൈനൽ. എന്താണ് ഫൈനൽ എന്ന് പറയാൻ കാര്യം? ഇപ്പം ക്രിക്കറ്റിൻ്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ഗ്രൂപ്പുകളിലും കളിച്ച് ജയിച്ച് ഏറ്റവും അവസാനത്ത് നിൽക്കുന്നതാണ് 2 രാജ്യങ്ങൾ. ആ ഫൈനലിൽ ജയിക്കുന്ന ഒരാൾക്കാണ് എന്ത് കിട്ടുന്നത്, സമ്മാനം, ട്രോഫി എന്ത് ചെയ്യുന്നതാണ് കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ എന്താണ് നമ്മൾ അവസാനം, ഇപ്പം എനിക്ക് കൃഷിയാണെന്ന് വെച്ചു, കൃഷിയാണ് ജോലി, ഞാൻ എന്ത് ചെയ്യണം, നെൽകൃഷി ചെയ്യുകയാണ്, നെല്ല് ഞാൻ ഉൽപ്പാദിപ്പിച്ചെടുത്തു, എന്തായില്ല, ഫൈനൽ പ്രൊഡക്റ്റ് ആയില്ല. എനിക്ക് അപ്പുറത്തൊരു ഫാക്ടറി ഉണ്ട്, അപ്പം ഞാൻ അവിടെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നു, മാവാക്കി മാറ്റുന്നു, വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഒരു ബിസ്ക്കറ്റ് കമ്പനി ആണെങ്കിൽ, കഴിഞ്ഞ പറഞ്ഞ ബിസ്ക്കറ്റ് കമ്പനി ആണെങ്കിൽ എന്താണ്ട് ഞാൻ ആ സാധനം ഗോതമ്പ് എന്താണ് ബാക്കി വരുന്ന റോ മെറ്റീരിയൽസ് ആയ പഞ്ചസാര, അതുപോലെ ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് എന്താണ് ഒരുമിച്ചാക്കി എന്താക്കി മാറ്റണം, ബിസ്ക്കറ്റാക്കി മാത്രം മാറ്റുമ്പോഴേ എന്തായിട്ട് മാറുള്ളൂ, ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, മാറുള്ളൂ. അപ്പോൾ എന്ത് ഗ്രോസ്, ശ്രദ്ധിക്കണേ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, അവസാനത്തെ പ്രോഡക്റ്റ് എന്താണോ അതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഇനി എന്താണ് ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ ദ ഗുഡ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസപ്ഷൻ. ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന മാത്രയിൽ എന്ത് ചെയ്യണം, ആയി മാറുന്ന വസ്തുക്കൾ നമ്മൾ വിളിക്കുന്ന ഫൈനൽ ഗുഡ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഷർട്ടിനകത്ത് നൂലുണ്ട്, നൂലിനെ എന്താക്കി മാറ്റും, നമ്മൾ ആ ത്രെഡിനെ നമ്മൾ എന്താക്കി മാറ്റും, തുണിയാക്കി മാറ്റും. ഓക്കെ, ആ കോട്ടൺ ആദ്യം എന്താക്കി മാറ്റും, ത്രെഡാക്കി മാറ്റുന്നു, എന്തിനാ നമ്മൾ എന്താക്കി മാറ്റുന്നു, ക്ലോത്ത് ആക്കി മാറ്റുന്നു. ആ ക്ലോത്തിനകത്ത് എന്തൊക്കെ വയ്ക്കും, ബട്ടൺസ് ഒക്കെ വെച്ച് നമ്മൾ എന്താക്കി മാറ്റും, ഷർട്ടാക്കി മാറ്റും. അപ്പം ഷർട്ടാക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്ന, ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഒരാൾക്ക് ഇപ്പം ഷർട്ട് വാങ്ങാൻ ചെയ്യുന്ന ആളിന് കടക്കകത്ത് ചെല്ലുമ്പോൾ നൂലൊരു കൈ കൊടുക്കും, എന്താണ് പിന്നെ അടുത്ത ബട്ടൺസ് ഒരു കൈ കൊടുക്കും, അങ്ങനെ കൊടുക്കില്ല. എന്താണ് അത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കുമ്പോഴാണ് ഷർട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അപ്പം ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഗുഡ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസപ്ഷൻ. ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു അതിനകത്തുള്ള എന്താണ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാക്കി മാറ്റുന്ന ഫൈനൽ ഗുഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്. നമുക്ക് ടെക്സ്റ്റിലെ പോയിന്റ് വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണേ. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. ഇതാണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ GNP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, അവസാനം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗത്തിനോട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്നു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നു. ഇനി ദ പ്രോഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസപ്ഷൻ ആർ കോൾഡ് ഫൈനൽ. അണ്ടർലൈൻ ചെയ്യണേ, എന്താണ് അവസാനം എന്നാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാൾക്ക് ഉപഭോഗത്തിന് ഉള്ള വസ്തുക്കൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം ഞാൻ പറഞ്ഞ ഷർട്ടിൻ്റെ കാര്യം എന്താണ്,
വി മാനുഫാക്ചർ ഷർട്ട്സ് യൂസിങ് റോ മെറ്റീരിയൽ സച്ച് ആസ് ക്ലോത്ത്, ത്രെഡ് ആൻഡ് ബട്ടൺസ്. നമ്മൾ ഷർട്ട് എന്ന് പറയുന്ന വസ്തു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ, മുകളിൽ എഴുതണേ അസംസ്കൃത വസ്തു, ഏത് വസ്തു കൊണ്ടാണോ ആ സാധനം ഉണ്ടാക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് റോ മെറ്റീരിയൽ. ഓക്കെ, അപ്പം ഷർട്ട് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഏതൊക്കെയാണ്? ക്ലോത്ത്, ത്രെഡ്, ബട്ടൺസ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്തുണ്ടാക്കൂടെ? ഷർട്ട് എന്ത് ചെയ്യും? ഉണ്ടാക്കുന്നു. ഓക്കെ, ഹിയർ ദ ഷർട്ട് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഫോർ കൺസെപ്ഷൻ. അപ്പം ഇവിടെ ത്രെഡ് അല്ല എന്ത് പ്രോഡക്റ്റ്? ഫൈനൽ പ്രോഡക്റ്റ്. ബട്ടൺസ് അല്ല, പിന്നെയോ ക്ലോത്തും അല്ല. ആരാണ് ഫൈനൽ പ്രോഡക്റ്റ്? ഷർട്ട് എന്ന വസ്തുവാണ് എന്ത്? ഫൈനൽ പ്രോഡക്റ്റ്. അപ്പൊ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് എന്ത്? ഷർട്ട് എന്ന് പറയുന്ന വസ്തു. ഓക്കെ, ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ടേക്കൺ ടു അക്കൗണ്ട് ഫോർ എന്നാണ് കാൽക്കുലേറ്റിംഗ് നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ശ്രദ്ധിക്കണേ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ടാണെന്ന് പറയുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷർട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഷർട്ടിന്റെ വില 500 രൂപയാണെന്ന് വയ്ക്കുക. ഷർട്ടിന്റെ വില എത്രയുണ്ട്? 500 രൂപ. ഷർട്ടിന്റെ വില 500 രൂപയാണ്. അപ്പം ഈ 500 രൂപയ്ക്കകത്ത് എന്തിൻ്റെയൊക്കെ പൈസ കാണും? ത്രെഡ്, നമ്മൾ നൂല് വാങ്ങിയ പൈസ കാണും, ക്ലോത്ത് വാങ്ങിയ പൈസ കാണും, ബട്ടൺസിന്റെ പൈസ കാണും. പിന്നെന്ത് ചെയ്യും? ആ ജോലി എടുത്ത ജോലിക്കാരൻ്റെ ഇതാണ് പൈസ ഉൾപ്പെടെ പെടുന്ന എത്ര രൂപ വരുന്നത്? 500 രൂപ. അപ്പോൾ നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ സമയത്ത് ബിസ്ക്കറ്റ് ഇപ്പോൾ 20 രൂപ എന്ന് പറയുമ്പോൾ എന്താണ്? അത്ര 20 രൂപ തുച്ഛമായ പൈസയല്ല. ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ എടുത്ത എന്താണ് ആ സമയം, അതുപോലെ തന്നെ ആ വസ്തുക്കളുടെ റോ മെറ്റീരിയൽസിന്റെ പൈസ, പഞ്ചസാര, എല്ലാത്തിൻ്റെയും പൈസ ഉൾപ്പെടെ എത്ര രൂപ നമ്മൾ വാങ്ങുന്നത്? ബിസ്ക്കറ്റിന് എത്ര? 20 രൂപ വാങ്ങുന്നത്. അത് കണക്ക് എന്താണ്? നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ ഫൈനൽ പ്രോഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ എല്ലാത്തിൻ്റെയും വാല്യൂ അതിനകത്ത് ആഡ് ചെയ്യും. ആ ഫൈനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യൂടെ? ആഡ് ചെയ്യും. ശ്രദ്ധിക്കണേ, നോക്കിയാണ് the money value of final product is taken into account for calculating the gross national product. എന്താണ്? GNP, നമ്മളെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രമേ നോക്കുള്ളൂ? ഈ ഫൈനൽ പ്രോഡക്റ്റ് ആയ ഷർട്ടിന്റെ 500 രൂപ മാത്രമേ നോക്കുള്ളൂ. ആരെപ്പറ്റി നോക്കൂല. ത്രെഡിന്റെ പൈസയോ ക്ലോത്തിന്റെ പൈസയോ ബട്ടന്റെ പൈസയോ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യില്ല, നോക്കൂല. എന്ത് മാത്രമേ നോക്കുള്ളൂ? ഫൈനൽ ആ വസ്തു ഫൈനൽ പ്രോഡക്റ്റിന് എത്ര രൂപയായെന്ന് മാത്രമാണ് നമ്മൾ എന്തിനാണ് നോക്കുന്നത്? GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത്. ഓക്കെ, വൈൽ കാൽക്കുലേറ്റിംഗ് ദ മണി വാല്യൂ ഓഫ് ദ ഷർട്ട്, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഷർട്ടിന്റെ മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ദ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ സച്ച് ആസ് ആരൊക്കെ? ബട്ടൺസ്, ക്ലോത്ത്സ് ആർ ഇൻക്ലൂഡഡ്. എന്താണ്? ആ തുണി മാറ്റി എന്താണ് നമ്മൾ പഞ്ഞി കോട്ടൺ എടുത്ത് എന്താക്കി മാറ്റണം? ത്രെഡ് നൂലാക്കി മാറ്റുന്നു. അപ്പോൾ പഞ്ഞി കോട്ടൺ വാങ്ങിയ പൈസ എത്രയാണ്? ത്രെഡ് ആക്കി മാറ്റിയപ്പോൾ എത്ര രൂപയായി? ആ ത്രെഡിന് എന്താക്കി മാറ്റി? ക്ലോത്ത് ആക്കി മാറ്റിയപ്പോൾ എത്ര രൂപയായി? ബട്ടൺസിന് എത്ര രൂപയായി? ലാസ്റ്റ് എല്ലാ ജോലി സാധ്യത എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര രൂപയാവുന്നു? അതാണ് എന്ത് പറയുന്നത്? GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. The GNP of a country is calculated for particular financial year. ബാക്കി കണ്ട ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്താണ്? സാമ്പത്തിക വർഷം. ഒരു സാമ്പത്തിക വർഷമാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും നമ്മളെ ധനമന്ത്രി തോമസ് ഐസക് എന്ത് പറയട്ടെ? ബഡ്ജറ്റ് പ്രഖ്യാപിക്കും. ഓരോ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇത്ര കോടി, 1200 കോടി രൂപ എന്നാണ് ISR അങ്ങനെ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കൊക്കെ എന്ത് ചെയ്യും? നമ്മളെ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇത്ര രൂപ എന്ത് ചെയ്യും? മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1-ന് ആരംഭിക്കും. എന്നാരംഭിക്കും? ഏപ്രിൽ 1-ന് ആരംഭിക്കും. എപ്പോഴും തീരും? മാർച്ച് 31 ആകുമ്പോൾ, അടുത്ത മാർച്ച് 31 ആകുമ്പോൾ എന്ത് ചെയ്യൂടെ? തീരും. 2020 ആണ്. 2020 ഏപ്രിൽ 1-ന് ഈ വർഷത്തെ എന്താരംഭിച്ചു? ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം ആരംഭിച്ചു. എപ്പോഴും തീരും? 2021 മാർച്ച് 31 ആകുമ്പോൾ എന്ത് തീരും? ഫിനാൻഷ്യൽ ഇയർ തീരും. അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിനകത്താണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം മാർച്ച് 31 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അടുത്ത വർഷം എന്ത് ചെയ്യും? അടുത്ത പുതിയ എന്തായിട്ട് മാറും? പുതിയ സാമ്പത്തിക വർഷമായിട്ട് മാറും. അപ്പം ഉദാഹരണം കേട്ടാണ് ഞാൻ പറഞ്ഞ്, ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം 2020 എന്ന് തുടങ്ങി, ഏപ്രിൽ 1-ന് സ്റ്റാർട്ടായി, എന്ന് തീരും? 2021 മാർച്ച് 31-ന് എന്ത് ചെയ്യൂടെ? തീരും. സാമ്പത്തിക വർഷം തീരും. അടുത്തത് എപ്പോഴും സ്റ്റാർട്ടാവും? 2021 ഏപ്രിൽ 1-ന് സ്റ്റാർട്ടാവും, എന്ന് തീരും? 2022 മാർച്ച് 31-ന് എന്ത് ചെയ്യൂടെ? എൻഡ് ചെയ്യും. അപ്പം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും? ഏപ്രിൽ 1-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പോഴും തീരും? മാർച്ച് 31-ന് എന്ത് ചെയ്യൂടെ? തീരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. GNP ഒരു ഫിനാൻഷ്യൽ ഇയറിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്റ്റിന്റെ എന്താണ്? തുകയാണ് നമ്മളെന്ത് പറയുന്നത്?
GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം GNP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് മാത്രമേ നോക്കുകയുള്ളൂ, ആ ഫൈനൽ പ്രോഡക്റ്റിന്റെ വാല്യൂ എന്താണെന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നോക്കുകയുള്ളൂ. പിന്നെ അതെന്താണ് നമ്മൾ പോയിട്ട് പറഞ്ഞത്, ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴായിരിക്കും? April 1 മുതൽ March 31 വരെ ആയിരിക്കും എന്ത് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ എന്ത് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളത് GNP എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. തൊട്ടു മുന്നേ പറഞ്ഞത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക്. ഡൊമസ്റ്റിക് എന്ന വാക്ക് നിങ്ങളവിടെ കേട്ടിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ കേട്ടിട്ടുണ്ട്, ഇന്റർനാഷണൽ ഫ്ലൈറ്റും ഉണ്ട്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുണ്ട്. ഇനി ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ട്. എന്താണ് ഡൊമസ്റ്റിക് അനിമൽ? നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന അനിമൽസ് വിളിക്കുന്ന ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. എന്താണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ത്യ എന്ന രാജ്യമാണെങ്കിൽ, നമ്മുടെ രാജ്യം ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യക്കകത്ത് പല പല സംസ്ഥാനങ്ങളിൽ മാത്രം സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ്, എയറോപ്ലെയിനുകൾ വിളിക്കുന്നവരാണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഒരു രാജ്യം വിട്ട് വേറെ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോകുമ്പോൾ എന്താണ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. ഇപ്പം കേരളത്തിൽ നിന്ന് ഉത്തരാഖണ്ഡ് വരെ പോകുന്ന ഫ്ലൈറ്റ്, ഡെറാഡൂൺ വരെ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ഫ്ലൈറ്റ് ആയിരിക്കും? ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരിക്കും. ഡൊമസ്റ്റിക് യാത്രയെ നമുക്ക് എന്ത് വേണ്ട? പാസ്പോർട്ട് ആവശ്യമില്ല. ടിക്കറ്റ് നമുക്ക് എന്ത് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യക്കകത്ത് ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അപ്പം ആ വാക്കിൽ തന്നെ ഉണ്ട് എങ്ങനെയായിരിക്കും ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കുക, ഇന്ത്യക്ക് അകത്തുനിന്ന് മാത്രം കിട്ടുന്ന വരുമാനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മൾ GDP ഏറ്റവും കുറഞ്ഞ സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് GDP എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. GDP is helpful to analyze the contribution of sectors. ഞാൻ പറഞ്ഞു സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ 3 സെക്ടറുകൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. അപ്പം ഈ ഓരോ മേഖലകളുടെയും കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും. പിന്നെയോ ഇസ് എ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. ഏത് പറഞ്ഞ പോലെ തന്നെ GNP പറഞ്ഞ പോലെ തന്നെ എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണ്ട്, ഇന്ത്യക്കകത്ത് ഉള്ള വസ്തുക്കളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നോക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഗൾഫിൽ പോയി ജോലി ചെയ്യുകയാണ്. അവരവിടെ നിന്ന് എങ്ങോട്ട് എന്തായിരിക്കും? ഗൾഫിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ എങ്ങോട്ടായിരിക്കും? ഇന്ത്യയിലോട്ട് അയക്കുന്നു. അതെന്തിൽ കൂട്ടൂല? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനകത്ത് എന്ത് ചെയ്യൂല? കൂട്ടൂല. ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തെ മാത്രമേ എന്തിനകത്ത് കൂട്ടുള്ളൂ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനകത്ത് കൂട്ടും. പക്ഷേ GNP ആകുമ്പോൾ എന്താണ്? എൻ്റെ നാഷണൽ കിട്ടുന്ന ഫുൾ വരുമാനത്തെ ഫൈനൽ ഗുഡ്സിന് എന്ത് ഇവിടെ വിറ്റതായാലും പുറമേ നിന്നുള്ള വരുമാനം എല്ലാം എന്തിനകത്ത് കൂട്ടും? GNPക്കകത്ത് കൂട്ടും. പക്ഷേ എന്തിനകത്ത്? GDPക്കകത്ത് എന്ത് മാത്രമേ കൂട്ടുള്ളൂ? ഇന്ത്യക്കകത്തുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? കൂട്ടുള്ളൂ. എന്തുകൊള്ള? വിദേശത്ത് അല്ലെങ്കിൽ ഫോറിൻ മണി എന്തിൽ ആഡ് ചെയ്യൂല? ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDPക്കകത്ത് എന്ത് ചെയ്യൂല? ആഡ് ചെയ്യൂല. അപ്പം GNP ഒന്നും കൂടെ വൃത്തിയമായിട്ട് വായിച്ചിട്ട് എന്തിലോട്ട് പോകാവുള്ളൂ? GDPക്കകത്തോട്ട് പോകാം. നോക്കാം നമുക്ക് എന്താണ് GDP. ടെക്സ്റ്റിൽ നോക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP is the most suitable concept of national income to analyze the contribution of sectors in an economy. എന്താണ് ഓരോ മേഖലകളിലെയും കോൺട്രിബ്യൂഷൻ അറിയാൻ വേണ്ടി നമ്മൾ ആര് സഹായിക്കൂടെ? ഈ GDP എന്ത് ചെയ്യും? സഹായിക്കും. അഗ്രികൾച്ചറൽ സെക്ടർ എത്ര കൊടുത്തു, ഇൻഡസ്ട്രിയൽ സെക്ടർ എത്ര സംഭാവന ചെയ്തു, സർവീസ് സെക്ടറിന് എത്ര വരുമാനം കിട്ടി, അങ്ങനെ ഓരോ സെക്ടറിനെ ഐഡന്റിഫൈ ആര് സഹായിക്കും? GDP എന്ത് ചെയ്യും? സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, the GDP of a country, underline ചെയ്യണേ, the GDP of a country is the total money value of the final goods and services. എന്തുപോലെ തന്നെ GNP പോലെ തന്നെ പ്രത്യേകം എന്താണ്ട്, ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ എന്തോന്ന് ഡൊമസ്റ്റിക്. അതാണ് ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. മറ്റത് നാഷണൽ, എന്താണ് ഡൊമസ്റ്റിക്. അണ്ടർലൈൻ ചെയ്യണേ, ഡൊമസ്റ്റിക് ടെറിട്ടറി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴും സ്റ്റാർട്ടാവും? April 1 സ്റ്റാർട്ടാവും. എപ്പോഴും തീരും? March 31 തീരും. അപ്പം ഒരു ഫൈനാൻഷ്യൽ ഇയറിനകത്ത് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താ ഡൊമസ്റ്റിക് ഏരിയ എന്നാണ്. ഇന്ത്യക്കകത്ത് മാത്രം എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ? ഈ GDPക്കകത്ത് കാൽക്കുലേറ്റ്. ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മറ്റൊരു എന്തായിരുന്നു? നാഷണൽ ആയിരുന്നു. ഇവിടെ നമ്മൾ എന്തായിട്ട് മാറി? ഡൊമസ്റ്റിക് ആയിട്ട് മാറി. ഒന്നുകൂടെ ഡെഫിനിഷൻ വായിക്കുകയാണ്. GDP ഓഫ് എ കൺട്രി ഈസ് ദ total money value of the final goods and services produced within the domestic territory during a financial year. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അവസാനത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ ആണ് നമ്മൾ എന്ന് പറഞ്ഞ GDP എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബാക്കി നോക്കാം. ദ ഇൻകം ഓഫ് പീപ്പിൾ വർക്കിംഗ് അബ്രോഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫേംസ് operating abroad will not be included while calculating the gross domestic product.
GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വിദേശത്ത് നിന്ന് വരുന്ന എന്താണ് പൈസയോ അല്ലെങ്കിൽ ഫോറിൻ മണിയോ അല്ലെങ്കിൽ എബ്രോഡ് എന്ന് വെച്ചാൽ വിദേശ ജോലിയോ, അബ്രോഡ് പുറത്ത് ജോലി ചെയ്യുന്ന മണിയോ, ഫേംസ്, വാക്കേണ്ട FIRMS, ഫേംസ് എന്ന് വെച്ചാൽ കമ്പനി. ഫേംസിന് ഒരുപാട് വാക്കുണ്ട്, അർത്ഥമുണ്ട്, കട്ടിയായ എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടുത്തെ എന്താണ് അർത്ഥം എന്താണ്ട്, ഫേം എന്ന് വെച്ചാൽ കമ്പനിയാണ്. അപ്പം ഇന്ത്യയിലെ ഒരു കമ്പനി അമേരിക്കയിൽ പോയി പ്രവർത്തിക്കും. ഉദാഹരണം കേൾക്കണേ, ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ ഒരു കമ്പനി അമേരിക്കയിൽ പോയി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ കമ്പനിക്ക് എന്ത് ചെയ്യും, ഒരുപാട് വരുമാനം കിട്ടും. പക്ഷേ അത് എവിടെ കൂട്ടൂല, GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വരുമാനത്തിനകത്ത് എന്ത് ചെയ്യില്ല, കൂട്ടൂല. എവിടെ കൂട്ടും, പക്ഷേ അമേരിക്കയുടെ വരുമാനത്തിനകത്ത്. അമേരിക്കയ്ക്ക് ഉയർച്ചുണ്ടാക്കാൻ സഹായിച്ച കമ്പനിയാണ് ഈ കമ്പനി. വരുമാനം ആർക്കാണ്, ഇന്ത്യക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, അത് ഇന്ത്യയുടെ GDP എന്ത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കൂല. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നോക്കണേ. ദ ഇൻകം ഓഫ് പീപ്പിൾ വർക്കിംഗ് എബ്രോഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഫേംസ്, കമ്പനികളായിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് അബ്രോഡ്, വിദേശത്ത് പ്രവർത്തിക്കുന്ന, വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യൂല, ഈ പുറത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളും ഗൾഫിൽ നിന്ന് വരുന്ന പൈസയിൽ നിന്ന് എന്ത് ചെയ്യൂല, GDPക്കകത്ത് കാൽക്കുലേറ്റ് ചെയ്യൂല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആൻ ഇന്ത്യൻ ഫേം ഓപ്പറേറ്റ്സ് ഇൻ അമേരിക്ക. ഞാൻ പറഞ്ഞ കാര്യം, ഒരു ഇന്ത്യൻ കമ്പനി ഇവിടെ പ്രവർത്തിക്കുകയാണ്, അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണ്. ദ പ്രോഫിറ്റ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് അമേരിക്ക. എവിടെ കാൽക്കുലേറ്റ് ചെയ്യും, ആ കമ്പനിയുടെ വരുമാനം അമേരിക്കയുടെ GDP എന്ത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. പക്ഷേ എന്ത് ചെയ്യൂല, ബട്ട് നോട്ട് കൊടുക്കണം, അവിടെ ടെക്സ്റ്റ് അത് നോട്ടില്ല, ബട്ട് നോട്ട് ഇൻ ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ. എന്താണ് അത് എവിടെ കൂട്ടുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ആഡഡ് ഇൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ എന്താ എന്തിൽ കൂട്ടും, GDPക്കകത്ത് എന്ത് ഇവിടെ കൂട്ടും, ബട്ട് ഇൻ ദ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കണേ, ഒരു ഇന്ത്യൻ കമ്പനി ഇവിടെ പ്രവർത്തിക്കുകയാണ്, അമേരിക്കയെ പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പം ആ കിട്ടുന്ന വരുമാനം അമേരിക്കയുടെ GDPക്കകത്ത് എന്ത് ചെയ്യും, കൂട്ടും. അമേരിക്കയുടെ എന്തിനകത്ത് കൂട്ടും, GDPക്കകത്ത് കൂട്ടും. ആ വരുമാനം എവിടെ കൂട്ടും, ഇന്ത്യയുടെ എന്തിനകത്ത് കൂട്ടുകയും ചെയ്യും, GNPക്കകത്ത് കിട്ടും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണേ, GDP എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, GNP എന്ന് പറയുമ്പം ഇന്ത്യൻ കമ്പനി ആയിക്കോട്ടെ, വിദേശത്ത് പ്രവർത്തിച്ചാൽ എല്ലാം അതിനകത്ത് കൂട്ടും, GNPക്കകത്ത് കൂട്ടും. ഉദാഹരണം എന്താണ് പറഞ്ഞത്, ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പോയി പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം അമേരിക്കയുടെ GDPക്കകത്ത് കൂട്ടും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്ത് കൂട്ടും. ആ പൈസ എന്തിനകത്ത് കൂട്ടും, ഇന്ത്യയുടെ എന്തിനകത്ത് കൂട്ടുകയും ചെയ്യും, GNPക്കകത്ത് കൂട്ടുകയും ചെയ്യും. അവിടെ നോട്ട് ആഡ് ചെയ്യേണ്ട, GNPക്കകത്ത് എന്ത് ചെയ്യുകയും ചെയ്യും, കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ടു സേ while calculating GDP of India, such income will be excluded. അപ്പം ആ കമ്പനി പ്രവർത്തിക്കുന്ന പൈസ ഇന്ത്യയുടെ എന്തിനകത്ത് കൂട്ടില്ല, ഇന്ത്യയുടെ GDPക്കകത്ത് കൂട്ടില്ല, എന്തിനകത്ത് കൂട്ടും, GNPക്കകത്ത് എന്ത് ഇവിടെ കൂട്ടും. അപ്പം അങ്ങനെയുള്ള പുറമേ നിന്ന് വരുന്ന പൈസയും വരുമാനങ്ങളൊക്കെ GNPക്കകത്ത് കൂട്ടും, എന്തിനകത്ത് കൂട്ടില്ല, GDPക്കകത്ത് എന്ത് ചെയ്യില്ല, കൂട്ടില്ല. ഒന്നുകൂടെ പറയുകയാണ്, GNP എന്ന് പറയുമ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഒരു രാജ്യം എന്തിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ കൂട്ടും. അത് വിദേശത്ത് അമേരിക്ക കൊണ്ട് വിൽക്കണ ആയിക്കോട്ടെ, ഇന്ത്യക്കകത്തുനിന്നുള്ള വരുമാനം ആയിക്കോട്ടെ, എല്ലാം കൂടെ എന്തിനകത്ത് കൂട്ടും, GNPക്കകത്ത് കൂട്ടും. ഇനി എന്താണ് GDP എന്ന് പറയുമ്പം, ഒരു രാജ്യത്തിനകത്തുള്ള വരുമാനത്തെ മാത്രം വിളിക്കുന്ന പേരാണ് GDP. ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പോയി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന വരുമാനം അമേരിക്കയുടെ GDPക്കകത്ത് കൂട്ടുകയും ഇന്ത്യയുടെ GDPക്കകത്ത് എന്ത് ചെയ്യൂല, കൂട്ടൂല. എവിടെ കൂട്ടും, പക്ഷേ ഇന്ത്യയുടെ GNPക്കകത്ത് എന്ത് ചെയ്യും, കൂട്ടും. കൺഫ്യൂഷൻ ആക്കാതെ 2-3 തവണ വായിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചോദിക്കണം. ഓക്കെ, അപ്പം NPI, GDPI. ഓക്കെ, അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ NNP. ആദ്യം പറഞ്ഞത് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. രണ്ടാമത് പറഞ്ഞത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അടുത്ത പറയുന്നത് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇപ്പോൾ ഞാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങുകയാണ്. കമ്പ്യൂട്ടർ വാങ്ങി ഏകദേശം 1 വർഷത്തോളം ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്ത് ഉപയോഗിച്ചു. പെട്ടെന്ന് എനിക്ക് പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ കമ്പ്യൂട്ടർ വിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ആദ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒരു 25,000 രൂപ, എല്ലാ സാധനം ഉൾപ്പെടെ എത്ര 25,000 രൂപയായിട്ട്. ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പ് 25,000 രൂപയ്ക്ക് ഞാൻ ഒരു ബേസ് മോഡൽ വാങ്ങിച്ചു. 1 വർഷം ഉപയോഗിച്ചു. പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വരുന്നു, എന്ത് വിൽക്കുകയാണ്, ഈ 25,000 വാങ്ങിയ ലാപ്ടോപ്പ് ഞാൻ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടൂല, 25,000 രൂപ എന്ത് ചെയ്യില്ല, കിട്ടും. അത്ര രൂപ കിട്ടുമോ, എനിക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചൂടെ. അപ്പോഴെന്താണ്ട് ഞാൻ 1 വർഷം ഉപയോഗിച്ച ഒരുപാട് വിയർ ആൻഡ് ടിയർ എന്ന് വെച്ചാൽ തേയ്മാനം സംഭവിക്കുക. അതായത് ചിലപ്പോൾ എൻ്റെ കീക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്പീഡ് കുറഞ്ഞ, റാമിൻ്റെയൊക്കെ സ്പീഡ് കുറഞ്ഞ, അങ്ങനെ ഒരുപാട് പ്രശ്നം 1 വർഷം കൊണ്ട് ആ
ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്ത് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടുള്ളൂ, ഒരു 15,000 രൂപയെ കിട്ടിയോളൂ എന്ന് വയ്ക്കാം. അപ്പോൾ എത്ര രൂപ എനിക്ക് നഷ്ടം ഉണ്ടായി, 10,000 രൂപ എനിക്കൊന്നുണ്ടായി, നഷ്ടം ഉണ്ടായി. അപ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങിയത്, 25,000 രൂപയ്ക്ക് വാങ്ങി, എനിക്ക് എത്ര രൂപ കിട്ടിയുള്ളൂ വിറ്റപ്പോൾ, രണ്ടാമത് വിറ്റപ്പോൾ, അതായത് ഞാൻ ഉപയോഗം കഴിഞ്ഞ് വിറ്റ സമയത്ത് എത്ര രൂപ കിട്ടിയുള്ളൂ, ഒരു 15,000 രൂപയെ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ്, വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വിറ്റാലും എന്തായാലും അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എന്ത് ഇവിടെ മാറും. അപ്പോഴും എന്ത് ചെയ്യും, കുറേ എമൗണ്ട് എന്ത് ചെയ്യും, പൈസയിൽ എന്ത് ഡിറക്ഷൻ ഉണ്ടാവും. ആ വാങ്ങിച്ച പൈസ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു രണ്ടാമതൊരു സാധനം വിൽക്കാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും കിട്ടൂല. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എത്ര രൂപ എനിക്ക് നഷ്ടം ഉണ്ടായി, 10,000 രൂപ എനിക്ക് റുപ്പീസിന് നഷ്ടം എനിക്ക് എന്ത് ചെയ്യടെ ഉണ്ടായി, ലോസ് എനിക്ക് ഉണ്ടായി. ആ ലോസ് ഉണ്ടാവാനുള്ള കാര്യം എന്താണ്, ആ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഉണ്ടായ വിയർ ആൻഡ് ടിയർ കാരണമാണ് എനിക്ക് എന്തുണ്ടായത്, ഈ 10,000 റുപ്പീസ് എന്നുണ്ടായത് ലോസ് ഉണ്ടായത്. ഓക്കെ, ആ വിയർ ആൻഡ് ടിയർ കാരണം ഉണ്ടാകുന്ന ലോസിനെ വിളിക്കുന്ന പേരാണ് ഡെപ്രിസിയേഷൻ ചാർജസ്. എന്ത് വിളിക്കുന്നു, ഡെപ്രിസിയേഷൻ ചാർജ്. ഡെപ്രിസിയേഷൻ്റെ മുകളിൽ എഴുതിയിരിക്കണേ മൂല്യ തകർച്ച അല്ലെങ്കിൽ വില ഇടിവെന്നൊക്കെയാണ് ഏത് വാക്കിന്റെ അർത്ഥം, ഡെപ്രിസിയേഷന്റെ മീനിങ്. അതായത് എന്ത് കാരണം ആ വസ്തുവിനുണ്ടായ അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ഞാൻ എന്ത് സാധനം വാങ്ങിച്ചിട്ട് വിൽക്കുകയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുകയാണ്, അപ്പോൾ ആ വസ്തുവിന് ആ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ കാരണം ഉണ്ടാകുന്ന ചാർജിനെ വിളിക്കുന്ന പേരാണ് ഡെപ്രിസിയേഷൻ ചാർജ്. അപ്പോൾ GNPക്കകത്ത് നിന്ന് എന്ത് കുറയ്ക്കുമ്പോൾ, ഡെപ്രിസിയേഷൻ ചാർജ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് NNP. ടെക്സ്റ്റ് വായിക്കട്ടെ, പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. നോക്കാം നമുക്ക്. ഇഫ് യു പർച്ചേസ് എ കമ്പ്യൂട്ടർ ആൻഡ് സെൽ ഇറ്റ് ദ നെക്സ്റ്റ് ഇയർ എന്നാണ്. ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നു, അടുത്ത വർഷം എന്ത് ചെയ്യുന്നത്, അതിനെ വിൽക്കുന്നു. വിൽ യു ഗെറ്റ് ദ സെയിം എമൗണ്ട് ദാറ്റ് യു സ്പെൻഡ് വൈൽ പർച്ചേസിങ് ഇറ്റ് എന്നാണ്. നമ്മൾ ആ പൈസ അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയ പൈസ നമുക്ക് എന്ത് ചെയ്യൂല, കിട്ടൂല എന്നാണ് കാര്യം. വൈ സിമിലാർലി, അതുപോലെ തന്നെ വിത്ത് ടൈം മെഷീനറി ആൻഡ് അതർ തിങ്സ് സഫർ ഫ്രം വിയർ ആൻഡ് ടിയർ. ഇപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്, ഞാൻ ഒരു ഫാക്ടറി തുടങ്ങുകയാണ്, ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു ഫാക്ടറി തുടങ്ങുകയാണ്. തുടങ്ങിയ സമയത്തൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന മെഷീനൊക്കെ എന്താണ് ഫുൾ എന്താണ് കണ്ടീഷനായിരിക്കും. ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് ഇവിടെ ആ മെഷീനിൽ ഒരുപാട് വിയർ ആൻഡ് ടിയർ സംഭവിക്കും. നമ്മൾ വീണ്ടും അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് ശരിയാക്കാൻ വേണ്ടി, ആ മെഷീൻസൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിയാക്കാൻ വേണ്ടി. അപ്പം ഞാൻ 10 ലക്ഷം ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് കൂടാതെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഓരോ ലക്ഷം വെച്ച് എന്ത് ചെയ്യും, ഓരോ വർഷം എന്ത് ചെയ്യും, ആ കമ്പനിയുടെ മെഷീൻസിന്റെ ബാക്കി ചിലവുകൾക്ക് ഒരുപാട് എക്സ്ട്രാ പൈസ ആഡ് ചെയ്യേണ്ടതായിട്ട് എന്ത് ചെയ്യും വരും. ഓക്കെ, the cost incurred to remedy this wear and tear is termed as depreciation charge. എന്താണ് നമ്മൾ ആ എന്താണ് കടം നികത്താനായിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസയെ വിളിക്കുന്നവരാണ് നമ്മൾ വിളിച്ചാൽ വിയർ ആൻഡ് ടിയർ കാരണം ഉണ്ടാകുന്ന പൈസയെ നികത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ വിളിക്കുന്നത് ഡെപ്രിസിയേഷൻ ചാർജ് എന്ന് വിളിക്കുന്നത്. മൂല്യ തകർച്ച അല്ലെങ്കിൽ വില ഇടിവെന്ന് നമ്മൾ വിളിക്കുവാനാണ് ഡെപ്രിസിയേഷൻ ചാർജ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ. ദ കോസ്റ്റ് ഇൻകേർഡ് to remedy this wear and tear is termed as depreciation charges. Okay, the depreciation charges are taken into consideration while calculating the national income. എന്താണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് ഇത് ഡെപ്രിസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇന്ത്യയുടെ മൊത്തമുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 120 കോടി, ചുമ്മാ അത്രയൊന്നും അല്ല, ചുമ്മാ ഗസ് ചെയ്യണം, 120 കോടിയാണ് ഗസ് ചെയ്യുക. ഓക്കെ, 120 കോടിയാണ് അഗ്രികൾച്ചറൽ സെക്ടർ, എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടറിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അപ്പം അഗ്രികൾച്ചർ സെക്ടറിലെ മെഷീൻസ് എല്ലാം വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ മെഷീൻസിന്റെ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ ഓരോ വിയർ ആൻഡ് ടിയറിനും ഒരു പ്രത്യേക എമൗണ്ട് എന്ത് ചെയ്യൂടെ ചിലവാകും. അതെന്ത് ചെയ്യും, ആരിൽ നിന്ന് കുറയ്ക്കും, ഈ നാഷണൽ ഇൻകത്തിൽ ഒരു 10 കോടിയാന്ന് വെച്ചാൽ കുറയ്ക്കും. അപ്പോൾ എത്ര കിട്ടും, നമുക്ക് 110 കോടി എന്ത് ഇവിടെ കിട്ടും. അതാണ് എന്ത് പറയുന്നത്, അവിടുത്തെ എന്ത് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് എന്ത് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ GNP കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് കുറയ്ക്കും, ഡെപ്രിസിയേഷൻ ചാർജ് അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ തേയ്മാനം കാരണം നമുക്കുണ്ടായ നഷ്ടത്തിന്റെ പൈസ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നാഷണൽ ഇൻകം എന്ത് ഇവിടെ കിട്ടും. നോക്കാം. when we deduct depreciation charge from the gross national product, എന്താണ് GNPക്കകത്ത് നിന്നും എന്ത് കുറയ്ക്കുമ്പോൾ ഡെപ്രിസിയേഷൻ ചാർജ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും, NNP കിട്ടും. ഓക്കെ, അപ്പം NNP എന്ന് പറയുന്നത് എന്തിനകത്ത് എന്ത് കുറയ്ക്കുമ്പോൾ, GNPക്കകത്ത് നിന്ന് എന്ത് കുറയ്ക്കുമ്പോൾ ഡെപ്രിസിയേഷൻ ചാർജ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് എന്ത് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. ടെക്നിക്കലി
ദ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ നാഷണൽ ഇൻകം എന്നാണ്. സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ എന്ത് തന്നെയാണ് ഈ NNP തന്നെയാണ് എന്താ പറയുക നമ്മുടെ നാഷണൽ ഇൻകം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം 3 സെക്ടറിലെയും പൈസ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുകൂടെ കുറയ്ക്കും, നമ്മൾ ഇവിടെ പറഞ്ഞതാണ് ഡെപ്രിസിയേഷൻ ചാർജ് കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, NNP കിട്ടും. അതാണ് എന്ത് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഞാൻ 3 ടേം പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് GNP. അത് രാജ്യത്തിൻ്റെ കമ്പനി പുറമെ പ്രവർത്തിച്ചാലും വിദേശത്ത് നിന്ന് വരുന്ന പൈസ എല്ലാം എന്തിനകത്ത് ആഡ് ചെയ്യും, GNPക്കകത്ത് ആഡ് ചെയ്യും. രണ്ടാമത് പറഞ്ഞു GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമേ എന്തിനകത്ത് കൂട്ടുള്ളൂ, GDPക്കകത്ത് എന്തിവിടെ കൂട്ടുള്ളൂ. പുറമെ പ്രവർത്തിക്കുന്ന അമേരിക്ക പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനിയുടെ പൈസ എവിടെ കൂട്ടും, അമേരിക്കക്കകത്ത് GDPക്കകത്ത് കൂട്ടും. പക്ഷേ അത് എവിടെ കൂട്ടും, ഇന്ത്യയുടെ GNPക്കകത്ത് എന്ത് കൂട്ടില്ല, എന്തിൽ കൂട്ടില്ല, GDPക്കകത്ത് എന്ത് ചെയ്യൂല, കൂട്ടൂല. ഓക്കെ, നെക്സ്റ്റ് NNP എന്താണ്, നമ്മളൊരു വസ്തു വാങ്ങുന്നു, ആ വസ്തു വാങ്ങുന്ന ഒരു മെഷീൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനകത്ത് ഒരുപാട് വിയർ ആൻഡ് ടിയർ സംഭവിക്കും. അപ്പോൾ ഓരോ മേഖലകളിലും എന്ത് സംഭവിക്കും, വിയർ ആൻഡ് ടിയർ വസ്തുക്കളായിക്കോട്ടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കൊക്കെ എന്ത് ചെയ്യും, ചെയ്യുന്ന മെഷീൻസിനെ എല്ലാത്തിനും വിയർ ആൻഡ് ടിയർ തേയ്മാനം എന്ത് ചെയ്യും സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പൈസ എന്ത് ചെയ്യേണ്ടതായിട്ട് അവിടെ ചിലവാക്കേണ്ടതായിട്ട് വരും. അതിനെ വിളിക്കുന്ന പേരാണ് ഡെപ്രിസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ആ ഡെപ്രിസിയേഷൻ ചാർജ് എന്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ, GNPക്കകത്ത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അതാണ് എന്ത് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ 3 GNP, GDP, NNP. അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ എന്ത് ഇവിടെ പറയും. അതായത് ഇതിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു, മൊത്തം 121 കോടി ജനങ്ങളുണ്ട്. ഓക്കെ, ഞാൻ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് വെച്ചിരിക്കുകയാണ്. ഒരു എമൗണ്ട് നാഷണൽ ഇൻകം കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ 1 കോടിയാണെന്ന് വെച്ചു, എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണെന്ന് വെച്ചു. 1 കോടി രൂപയാണ് മൊത്തത്തിലുള്ള നാഷണൽ ഇൻകം എന്ന് പറയുക. ഓക്കെ, ആ ഇത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് 1 കോടി രൂപയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത്, ഇന്ത്യയുടെ എന്ന് വെച്ചു. ആ കിട്ടുന്ന നാഷണൽ ഇൻകത്തിനെ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, ടോട്ടൽ പോപ്പുലേഷൻ. അവിടെ മൊത്തം 10,000 ആൾക്കാരുള്ളതെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, 3 ബാക്കി എത്ര, 10,000 രൂപയാണ് എന്ത് പറയുന്നത് അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. ഉദാഹരണം പറയുകയാണെങ്കിൽ പോത്തങ്കോട് പ്രദേശത്ത് മൊത്തം 2000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓക്കെ, 2000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ ആൾക്കാരുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഒരു 6 ലക്ഷം രൂപ വന്നു വെച്ചു. എത്ര ഒന്നേ 6 ലക്ഷം രൂപ വന്നു. അവിടെ എത്ര ആൾക്കാരുണ്ട്, മൊത്തം 2000 ആൾക്കാരുണ്ട്. ഇതെല്ലാം പോയി ബാക്കി എത്ര, 600 രൂപയാണ് അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പോത്തങ്കോട് പ്രദേശത്തെ പെർ ക്യാപിറ്റ ഇൻകം 600 രൂപ. ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിലെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. നോക്കിയാണ് പെർ ക്യാപിറ്റ ഇൻകം. ടെക്സ്റ്റ് നോക്കണേ. വെൻ വി ഡിവൈഡ് ദ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ, അവിടെ ഉണ്ടാകുന്ന ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. അതായത് ഇത് അർത്ഥമാക്കുന്നത് എന്താണ്, 6 ലക്ഷം രൂപ 2000 പേര്, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 600 കിട്ടി. അതായത് ഒരാള് പോത്തങ്കോട് പ്രദേശത്ത് ഒരാളുടെ വരുമാനം എത്രയാണ്ടേ, 600 രൂപയാണെന്നാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മൊത്തം വരുമാനത്തെ ഇപ്പം ഒരു 12,000 കോടിയാണ് ഇന്ത്യയിലെ മൊത്തം വരുമാനം എന്ന് വെച്ചു. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ 121 കോടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ ഓരോ വ്യക്തികളുടെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ കറക്റ്റ് ആയിരിക്കും, അംബാനിയൊക്കെ നമ്മളെക്കാൾ ഒന്നും ആസ്തിയുണ്ട്. അപ്പം അവർ അത്രയും കോടി കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തും, ഈ നാഷണൽ ഇൻകത്തിനകത്ത് ഇന്ത്യയുടെ ഉൾപ്പെടുത്തും. അപ്പോൾ ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നാഷണൽ ഇൻകത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു നോ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി ആൻഡ് ടു കമ്പയർ ഇറ്റ് വിത്ത് അതർ കൺട്രീസ് എന്നാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നില ബാക്കിയുള്ള രാജ്യങ്ങളിൽ വെച്ച് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സഹായിക്കുന്നത്. അവിടുത്തെ ഓരോ ആൾക്കാരുടെ വരുമാനം എത്രയാണെന്ന് കണക്കാക്കാൻ എന്ത് സഹായിക്കും, ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യും, സഹായിക്കും. പേജ് നമ്പർ 42 ഇക്വേഷൻ ഉണ്ട്. പെർ ക്യാപിറ്റ ഇൻകം ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. പഠിക്കണം, നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം ഈക്വൽ ടു ഡാഷ്. എന്താണ്,
നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഒരു രാജ്യത്തിലെ ആകെ വരുമാനത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും പറഞ്ഞത് സം ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്സ് ഓഫ് എന്താണ് നാഷണൽ ഇൻകം ആണ് പറഞ്ഞത്. ഫസ്റ്റ് GNP പറഞ്ഞു. ഫുള്ള് ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാം ഫുള്ള് എഴുതി പഠിക്കണം, വൃത്തിയായിട്ട് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് GDP, GNP, NNP. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. താങ്ക് യു.